ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരി, എൻ്റെ മുന്നിലിരിക്കുന്ന വർണ്ണശലഭങ്ങളായ കൂട്ടുകാരി, അസ്സലാമു അലൈക്കും. മഅദിൻ എംലെറ്റ് ഫെസ്റ്റിൻ്റെ ഈ സുന്ദര ഭൂമിയിൽ ഞാൻ നിങ്ങളുമായി ഒരു കൊച്ചു കഥ പറയാം. നിങ്ങൾക്ക് അലിയാർ അറിയില്ലേ? മുത്തുനബി തങ്ങളുടെ ഓമനപുത്രി ഫാത്തിമത്തു സഹറയുടെ പ്രിയതമൻ. അലി എന്ന് കേട്ടാൽ നമുക്കൊരു പുലിയെയാണ് ഓർമ്മ വരുന്നതല്ലേ? അവർ കുട്ടിയായിരുന്ന കാലം പോപ്പോ ബീപ്പി വണ്ടിയും വിട്ട് ഓടിച്ചാടി വരികയാണ്. സ്റ്റാറിംഗ് ആയി കയ്യിലൊരു കമ്പിക്കഷ്ണവുമുണ്ട്. തങ്ങളൊരു ഇടവഴിയിലെത്തിയതും മുന്നിലതാ നിൽക്കുന്നു പോത്തുപോലും പോകുന്ന ഒരു സാധനം. തങ്ങൾ തല ഉയർത്തി നോക്കി. പേടിപ്പെടുത്തുന്ന മുഖം, ഭയപ്പെടുത്തുന്ന ശരീരപ്രകൃതി. അബ്ദുൽ ബുത്ത്, മക്കയിലെ വില്ലാളി വീരൻ, ജഗപ്പൊക്കിരി. പക്ഷേ അലിയാർ ഭയന്നില്ല. പ്രായത്തെ മാനിച്ച് തിരിച്ചു നടന്നു. ആ നിമിഷം ബുദ്ധൂഷ് അലിക്കുട്ടിയെ തള്ളി തായിട്ടു. അലിക്കുട്ടി വീണു. കാൽമുട്ട് പൊട്ടി ചോരയൊലിച്ചു. എന്തിനാ കാക്ക വഴി മാറി നടന്നിട്ടും എന്നെ തള്ളിയിട്ടത്? തള്ളിക്കിട്ടാൽ നീ എന്താ മൂക്കിൽ കയറ്റുമോ? ബുദ്ധൂഷ് മുക്രയിട്ടു. തങ്ങൾ തിരിഞ്ഞടന്നു. ആ നിമിഷം ബുദ്ധൂഷ് വാളൂരി അലിക്കുട്ടി വെട്ടി. തങ്ങൾ ഒഴിഞ്ഞു മാറി. വീണ്ടും വെട്ടി. കയ്യിലെ കമ്പി കഷ്ണം കൊണ്ട് തടുത്തു. വിട്ട്, തടവ്, വിട്ട്, ഒഴിവ്. ബുദ്ധൂഷ് മുന്നേറുകയാണ്. അലിയാർ ചിന്തിച്ചു, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ആ നിമിഷം അല്ലാഹു അക്ബർ. ബുദ്ധൂഷ് അതാ ഒരു വലയത്തിൽ കുടുങ്ങി കിടക്കുന്നു. അത് അയക്കാൻ ശ്രമിക്കും തോറും കൂടുതൽ കുടുങ്ങി. അലിയാർ തങ്ങളുടെ പാട്ടിന് പോയി. വിവരമറിഞ്ഞ മക്കാ മുശ്രിക്കുകളുടെ നേതാക്കൾ ഓടിക്കെത്തി. ആ കാഴ്ച കണ്ട് അവർ അന്താളിച്ചു. അലിയെ കൊല്ലാൻ ഇറങ്ങിയ സർവകലാ വല്ലവനതാ അനങ്ങാനാവാതെ കിടന്നു മോങ്ങുന്നു. എന്താ, എന്തു പറ്റി? ഓ അലി, ഇതൊന്നും ഊരിത്തരൂ, ഞാൻ ഇപ്പൊ ചാവും. അവരത് അയക്കാൻ ശ്രമിക്കും തോറും ഓ അയ്യോ വയ്യേ, ഓ മാഫി ഫായിദ, ഇനി എന്ത് ചെയ്യും? അവർ ചർച്ച ചെയ്തു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരു ഹംസ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു. കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു. ഹംസ റളിയല്ലാഹു അൻഹു വലയം മുറിയുന്നതിനെ പറ്റി കുറേ ചിന്തിച്ചു. പക്ഷെ ഒരു ഐഡിയയും കിട്ടിയില്ല. അങ്ങനെയാണെങ്കിലോ ബുദ്ധൂഷ് ചീർത്ത് വീർത്ത് ഹിപ്പോപ്പൊട്ടാമസ് പരുവത്തിലായിട്ടുണ്ട്. തൊടുമ്പോയേക്ക് കാറിക്കരയുന്നു. പിന്നെ ഉണ്ടല്ലോ, ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കേട്ട് നെതുവത്തിന്റെ മക്കൾ ഞെട്ടി. എന്താണെന്ന് കൂട്ടരെ, ഈ കുരുക്ക് അലിക്കല്ലാതെ ഊരി മാറ്റാനാവില്ല. നാണമുള്ളവർ ആ പണിക്ക് നിൽക്കുമോ കൂട്ടരെ? ഇത്തിരി പോന്ന അലിയുടെ കാൽ പിടിക്കലല്ലേ അത്? ഗത്യന്തരമില്ലാതെ അവർ അലിക്കുട്ടിയെ സമീപിച്ചു. ഇനി ഒരിക്കലും അലിക്കുട്ടിയെ ഉപദ്രവിക്കില്ലെന്ന് അവർ ശപഥം ചെയ്തു. തന്റെ കാൽച്ചുവട്ടിൽ വന്നവരെ തട്ടിതെറിപ്പിക്കൽ മാന്യതയ്ക്ക് ചേർന്നതല്ലല്ലോ. അതുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു ഒരു ആക്രവശം മാത്രം കേട്ടു. വലയം അലി തങ്ങളുടെ കയ്യിൽ. കൂട്ടുകാരെ, ഇതാണ് പറഞ്ഞത്, നാം നിൽക്കേണ്ടടുത്ത് ഇരുന്നില്ലെങ്കിലുള്ള ഫലം ഇതാണ്. അല്ലാഹു തആല അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മെ നന്നാക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.